അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരരംഗത്ത് പിന്നണിയിൽ പ്രവർത്തിച്ച് പരിചയമുള്ള ഷാനവാസ് CKPയുമായുള്ള സംഭാഷണത്തിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡാണിത്. ഈ എപ്പിസോഡിൽ അദ്ദേഹം ഇന്ത്യൻ ഫുട്ബോളിനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ഭാവി പരിപാടികളെക്കുറിച്ചും സംസാരിക്കുന്നു. വെൽക്കം ബാക്ക് ഷാനവാസ്. സുകുമാർ അഴീക്കോട് ഒരിക്കലും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ 100 കോടി ജനങ്ങളുള്ള ഒരു നാട്ടിൽ 11 പേരെ തികച്ചെടുക്കാൻ, ഫുട്ബോളിന് തികച്ചെടുക്കാൻ പറ്റാത്തൊരവസ്ഥ വളരെ സങ്കടമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ രാജ്യം, ഷാനവാസ് ഈ ലോകം മൊത്തം പോകുമ്പം നമ്മൾ ഈ 130 കോടി ജനങ്ങളുള്ളൊരു സ്ഥലത്ത് സുകുമാർ അഴീക്കോട് പറഞ്ഞത് ശരിയാണെന്ന് തോന്നിയിട്ടുണ്ടോ? സുകുമാർ അഴീക്കോട് പറഞ്ഞത് സത്യത്തിൽ അദ്ദേഹം ഒരു വിഷമത്തിൽ പറഞ്ഞത്. കാരണം സത്യമാണെന്ന് വെച്ചാൽ സത്യമാണ്. പക്ഷെ എവിടെയാണ് നമ്മൾ അത് ചെയ്യാത്തതെന്ന് നമ്മൾ നോക്കേണ്ടത്, എവിടെയാണ് നമ്മൾ ഇത് ചെയ്യാത്തതെന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അവിടെ ഇന്ത്യ പോലത്തെ ഒരു വലിയൊരു രാജ്യത്ത് നമുക്ക് ഇപ്പൊ യൂറോപ്പിലെ സ്റ്റൈൽ നോക്കുകയാണെങ്കിൽ, ഇപ്പൊ ഇറാൻ എന്ന നാഷണൽ ടീം നോക്കുകയാണെങ്കിൽ അവരെന്തുകൊണ്ട് പ്രൊഫഷണലിസം എന്ന് വെച്ചാൽ അവരെ ആ ഗെയിം സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ജർമ്മൻ സ്റ്റൈലാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ആ പ്രൊഫഷണലിസം നമുക്ക് ആ ടീമിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ അത് സത്യത്തില് അവരെ ഹൈറ്റ് അവർ യൂട്ടിലൈസ് ചെയ്യണം. അപ്പൊ ഇതൊക്കെയാണ് ഇറാൻ ടീമിന്റെ ഒരു സക്സസ്. അപ്പൊ ഇറാൻ നമ്മൾ കൊമേഴ്ഷ്യലി നോക്കാണ്ട് നമ്മളത്ര റിച്ച് അല്ല. പക്ഷേ നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോ ഹൈറ്റ് ഉള്ള പ്ലേയേഴ്സിനെ ഇവിടെ നമുക്ക് കാശ്മീർ പോയാൽ കിട്ടും, അല്ലെങ്കിൽ പഞ്ചാബ് പോയാൽ കിട്ടും. അതുപോലെ തന്നെ ക്വിക്ക് ആയിട്ടുള്ള പ്ലേയേഴ്സിനെ മണിപ്പൂർ, നോർത്ത് ഈസ്റ്റ് ഏരിയയിലുണ്ട്. പിന്നെ ബോൺ ടാലന്റ് ആയിട്ടുള്ള പ്ലേയേഴ്സ് ഇവിടെ കേരളത്തിലുണ്ട്, ഗോവയിലുണ്ട്, അതുപോലെ തന്നെ കൽക്കട്ട. അത്രയും പാഷനുള്ള പ്ലേയേഴ്സ് അങ്ങനെ ഓരോ സ്ഥലത്ത് നോക്കുകയാണെങ്കിൽ പിന്നെ മറ്റുള്ള പ്ലേയേഴ്സിന് നമുക്ക് കിട്ടും. ഇല്ലാന്നല്ല, എല്ലാ സ്റ്റേറ്റും നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അതാണ് മിഷേൽ പ്ലാറ്റിനി എന്നോട് ചോദിച്ചത്. ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും ഫുട്ബോൾ ഉണ്ടോന്ന് ചോദിച്ചത്. അപ്പൊ മിഷേൽ പ്ലാറ്റിനി അങ്ങനെ ചോദിക്കണം എന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഇപ്പം മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ ഫുട്ബോൾ കളിച്ചോണ്ടിരിക്കുന്ന എല്ലാ രാജ്യങ്ങളിലും എല്ലാ സ്ഥലത്തും ഫുട്ബോൾ നടക്കുന്നുണ്ടെന്നാണ്. സ്പെസിഫിക് ആയിട്ട് ഇന്ന ഗെയിമിന് ഇന്ന സ്റ്റേറ്റ് എന്നുള്ളതില്ല. ഇവിടെ ഇപ്പൊ ക്രിക്കറ്റ് നമ്മള് പറയുമ്പോ നമുക്കറിയാം എല്ലാ സ്റ്റേറ്റിലും ക്രിക്കറ്റ് ഉണ്ടെന്ന് പറയും. ഇപ്പം കേരളത്തിന്റെ മലയാളി സഞ്ജു സാംസണും അല്ലെങ്കിൽ ദേവദത്ത് പടിക്കലിനെ പോലെയുള്ള പ്ലേയേഴ്സ് ഒക്കെ IPL ഇത്രയും പെർഫോം ചെയ്ത് പോകുമ്പോ നമുക്കറിയാം ക്രിക്കറ്റ് നമുക്ക് പറ്റാത്ത സാധനമല്ല. നമുക്കറിയാം നമ്മള് ക്രിക്കറ്റിൽ മുമ്പ് നമുക്ക് ഇന്ത്യയിൽ ഒരു ശ്രീശാന്തോ അല്ലെങ്കിൽ ടിനോ യാനാനെ പോലെ പ്ലേയേഴ്സോ പോകുന്നതിന് മുന്നേ നമുക്ക് ആരും ഉണ്ടായിരുന്നില്ല. ക്രിക്കറ്റ് ആ കാലഘട്ടം മുതലേ കളിക്കണ്ടല്ലോ നമ്മള്. അപ്പൊ അത്രയും എന്താ പറയാ, നമുക്ക് എല്ലാ സ്റ്റേറ്റിലും ഗെയിം വന്നു. അതുപോലെ ഫുട്ബോൾ എല്ലാ സ്റ്റേറ്റിലേക്കും വരണുണ്ട്. നമ്മള് സന്തോഷ് ട്രോഫി നടത്തുന്നുണ്ട്. പക്ഷെ സന്തോഷ് ട്രോഫി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഏറ്റെടുക്കുന്ന ആൾക്കാർക്ക് ഒരു ബാധ്യത പോലെ എങ്ങനെയെങ്കിലും തട്ടിമുട്ടിയിട്ടുള്ള ഒരു പരിപാടി പോലെയാണ്. അപ്പൊ അത് സത്യത്തില് ഒരു ചാമ്പ്യൻഷിപ്പ് എങ്ങനെയെങ്കിലും നടത്തുക എന്നതിനപ്പുറം ഈ ചാമ്പ്യൻഷിപ്പ് കളിക്കുന്ന കളിക്കാരുടെ ഭാവി കൊണ്ട് അവർ പ്രൊഫഷണലാക്കി മാറ്റാൻ പറ്റും എന്നുള്ളത് നോക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ഈ ഇത്തരം ചാമ്പ്യൻഷിപ്പ് ഏതെങ്കിലും ഈ ISL പോലുള്ള ആളുകൾ ഏറ്റെടുത്തിട്ട് ആ ചാമ്പ്യൻഷിപ്പ് നല്ല പ്ലേയേഴ്സിനെ അവർക്ക് ISLലേക്ക്, അപ്പൊ അങ്ങനെ ഇവിടെയുള്ള നിലനിൽക്കുന്ന ചാമ്പ്യൻഷിപ്പ് ഉണ്ട്. അതുകൊണ്ട് സുകുമാർ അഴീക്കോടൊക്കെ പറഞ്ഞത് സത്യത്തില് സങ്കടം കൊണ്ട് പറഞ്ഞതാണ്. സങ്കടം കൊണ്ട്, വിഷമമുണ്ട്, പക്ഷെ സത്യമാണ്. അത് സങ്കടമുണ്ട്, അതിൽ സത്യമുണ്ട്. കാരണം നമ്മൾ ചോദിക്കുന്ന ചോദ്യം കറക്റ്റ് ആണ്. കാരണം 11 കളിക്കാരാണല്ലോ വേണ്ടുള്ളൂ. എനിക്ക് തോന്നുന്നത് 2006 അർജന്റീന വേൾഡ് കപ്പ് ടീം, മാരഡോണ കോച്ച് ചെയ്ത ടീമാണ്. മെസ്സി എന്റെ ഫസ്റ്റ് വേൾഡ് കപ്പ് ആണെന്ന് തോന്നുന്നു. അന്ന് അർജന്റീനയിൽ ആകെ 4.5 കോടി ജനങ്ങളെ കണ്ടുള്ളൂ. അപ്പം അർജന്റീന ടീമിന് അന്ന് ഏകദേശം പ്ലേയിങ് ടീം 11 വെച്ചിട്ട് ബെഞ്ചിലിരിക്കുന്ന പ്ലേയിങ് 11 മറ്റുള്ള പാർട്ടിസിപ്പേറ്റിംഗ് ടീമിനെക്കാട്ടും ബെസ്റ്റ് ടീമായിരുന്നു. അപ്പൊ അവർക്ക് 22 പ്ലേയേഴ്സ് ഓൾറെഡി സെലക്ട് ചെയ്ത പ്ലേയേഴ്സ് കിടക്കാണ്. അവര് ഇല്ലാത്ത പ്ലേയേഴ്സ് ഉണ്ടല്ലോ കളിക്കാത്ത, അതും ഏകദേശം ഈ ക്വാളിറ്റിയുള്ള പ്ലേയേഴ്സ് തന്നെ ഉണ്ട് എന്ന് പറയുന്നു. അപ്പൊ ആലോചിച്ച് നോക്കണം, അവര് ഫുട്ബോളിന് വേണ്ടി അത്രയും ഡെഡിക്കേറ്റ് ഉണ്ട്. കാരണം ഒരു ഗെയിമിന് എല്ലാ കേസിലും കൊടുക്കണം. ഇപ്പൊ റീസെന്റ് ഞാൻ പറഞ്ഞല്ലോ, ബെല്ലാക്കിന് മെസ്സേജ് വന്ന അയാൾ പറയുന്നത് ഇപ്പം ലോക്ക്ഡൌണിന്റെ സമയത്ത് അവിടെ എവിടെയും കളിയൊന്നും നടക്കുന്നില്ല. അപ്പം ജർമ്മനിയില് ഒരു ജനങ്ങൾ പ്രക്ഷോഭം ഉണ്ടാക്കിയത് എന്താണ്, ചാൻസലർ അടുത്ത് എങ്ങനെയെങ്കിലും നമുക്ക് പിന്നെ ഫുട്ബോൾ മത്സരങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ട് കാണണം. TV-യിലാണെങ്കിലും ശരി, അല്ലെങ്കിൽ ഗ്രൗണ്ടിലേക്ക്. അതായിരുന്നു അവരുടെ ഇഷ്യൂ. അപ്പം ആളുകള് ടേക്കപ്പ് ചെയ്യാണ്.
ഇങ്ങനെയുള്ള ഗെയിമിന് ഒരു പക്ഷേ രാജ്യത്തിന് ഏറ്റവും പേരുണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടത് നിർബന്ധമാണ്. എന്നാലാണ് കായിക തലങ്ങൾക്ക് വരുള്ളൂ. കാരണം സമൂഹത്തിൽ നമുക്ക് സ്പോർട്സ്മാൻഷിപ്പിലൂടെ ഒരുപാട് നല്ല കാര്യങ്ങൾ കൊണ്ടുവരേണ്ടത്. പ്രത്യേകിച്ച് യൂത്തിലുള്ള കുറെ കുട്ടികളൊക്കെ പലതും വഴിതെറ്റി പോകുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഗെയിമുകൾ കൂടെ ഒരുപാട് അവരെന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ശരിയാക്കി കൊണ്ടുവരാൻ പറ്റും. അവരെ ഇൻവോൾവ്മെന്റ് ഇങ്ങനെ കളിക്കുന്ന എല്ലാവരും പ്രൊഫഷണൽ ആണെന്നില്ല, പക്ഷെ കളിയോടുള്ള പാഷൻ കൊണ്ട് അവർക്ക് നല്ല ആളുകളാകാൻ പറ്റും. അപ്പൊ നല്ല സൊസൈറ്റിയിൽ നല്ല ആളുകളാകാൻ പറ്റും, പിന്നെ ടീം പ്ലെയർ ആകാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങൾ ഈ കലാപരമായിട്ടും കായികപരമായിട്ടും ഒക്കെ കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ അതിന്റെ ഒരു പ്ലസ് ഉണ്ട്. അതാണ് അപ്പൊ ഞാൻ പറയുന്നത്, നമുക്ക് നല്ലൊരു ടീം ഉണ്ടാവണം എന്നാണ്. അതായത് നല്ലൊരു ബെസ്റ്റ് 11ഉം അതുപോലെ തന്നെ അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാവണം എന്നാണ്. അത് ഓൾ ഓവർ ഇന്ത്യ നോക്കണം. ഇപ്പൊ Under-17 വേൾഡ് കപ്പ് ഇന്ത്യയിൽ ഹോസ്റ്റിംഗ് റൈറ്റ് കിട്ടിയപ്പോ ഞാൻ ഖേലോ ഇന്ത്യ പ്രൊജക്ടിന്റെ അണ്ടറിൽ ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ എന്റെ ഡ്യൂട്ടി വെച്ചാൽ ഓവർസീസിലുള്ള മുഴുവൻ ഇന്ത്യക്കാരും, അതായത് ഇന്ത്യക്ക് പുറത്തുള്ള മുഴുവൻ ഇന്ത്യക്കാരിലെയും Under-17 ഉള്ള കുട്ടികളെ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അങ്ങനെയാണ് നമുക്ക് കാനഡയിൽ വെച്ചാണ് നമുക്ക് ഗോൾ കീപ്പർ കിട്ടുന്നത്, സണ്ണി ഡിയാൽ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമ്മള് ജർമ്മനിയിലൊക്കെ UAE സെലക്ഷൻ നടത്തി, സൗദിയിൽ സെലക്ഷൻ നടത്തി, എല്ലാ സ്ഥലത്തും പുറത്ത് എല്ലാ സ്ഥലത്തും. പിന്നെ അതുപോലെ തന്നെ ഒരു പോർട്ടൽ ഉണ്ടാക്കി അവരുടെ സ്കിൽസ് ഒക്കെ കാണാൻ വേണ്ടി നമ്മൾ പോയി അവർ ചെക്ക് ചെയ്തു. എന്നിട്ട് നമ്മള് അതില് തന്നെ ഒരുപാട് കുട്ടികളെ നമ്മൾ ജർമ്മനിയിലുള്ള ഇന്ത്യൻ നാഷണൽ ടീമിന്റെ ക്യാമ്പിലൊക്കെ കൊണ്ടുപോയിട്ടു. അതുകൊണ്ടാണ് നമ്മൾ Under-17 വേൾഡ് കപ്പില് വലിയ പരിക്കില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ കളിച്ചത്. നമ്മൾ കൊളംബിയ ആയിട്ട് ഡ്രോ ആയിരുന്നു, 1-1 ആയിരുന്നു. കൊളംബിയ എന്ന് വെച്ചാല് സൗത്ത് അമേരിക്കയിൽ നല്ല ടീമാണല്ലോ. അതുപോലെ ഗാനയായിട്ട് USA ആയിട്ടാണ് നമ്മൾ തോൽക്കുന്നത്. നമ്മുടെ പൂളിലുണ്ടായ ടീം അതാണ്. അപ്പം സാധാരണഗതിയിൽ ഇന്ത്യ ഇങ്ങനെയുള്ള ടീമിനോട് കളിക്കുമ്പോൾ അത്രയും പ്രൊഫഷണൽ ആയിട്ടുള്ള ടീമുകളോട് നമ്മൾ എത്ര ഗോൾ വാങ്ങിക്കും എന്നുള്ള ആൾക്കാരെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് ഇന്ത്യക്ക് പുറത്തുണ്ട് ഇന്ത്യക്കാര്, ഇന്ത്യക്കകത്തുണ്ട് ആൾക്കാർ. അപ്പൊ ആ ഏജിലൊക്കെ നമ്മൾ ഏറ്റവും ബെസ്റ്റിനെ ഫൈൻഡ് ഔട്ട് ചെയ്യാന്നുള്ള ഒരു ശ്രമകരമായ ഒരു ദൗത്യമായിരുന്നു. അത് എല്ലാ ആൾക്കാരും പ്രൊഫഷണലി അല്ലെങ്കിൽ അത്രയും ആത്മാർത്ഥമായിട്ട് ചെയ്ത് കഴിഞ്ഞാല്, കാരണം എല്ലാ സ്റ്റേറ്റ് അസോസിയേഷൻസ് ഉണ്ട്, എല്ലാ സ്റ്റേറ്റിനണ്ടറിലും എല്ലാ ഡിസ്ട്രിക്ട് അസോസിയേഷൻസ് ഉണ്ട്. ഇവിടെ ഒന്നും എന്താണ് പറയാ, നമ്മുടെ പിന്നെ റെക്കമെൻഡേഷൻ ഇല്ലാത്ത രീതിയിൽ ഓൺ മെറിറ്റിൽ പ്ലേയേഴ്സിനെ ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാല് നമുക്കൊരു ബെസ്റ്റ് ടീം ഉണ്ടാക്കാൻ പറ്റും. കാരണം ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ 211 രാജ്യങ്ങൾ അഫിലിയേറ്റഡ് ആയിട്ട് കളിക്കുന്നുണ്ട്. UN-നെക്കാട്ടും കൂടുതൽ അഫിലിയേറ്റഡ് ആയിട്ടുള്ള രാജ്യങ്ങൾ. UN-ലാകെ 190 സംതിങ് അല്ലോ, 195. അതിനെക്കാട്ടും കൂടുതൽ ഫിഫയിലുണ്ട്. കമ്പാരിസൺ അല്ലേ അത്? അതായത് യുണൈറ്റഡ് നേഷൻസ് ഉള്ളതിനേക്കാൾ കൂടുതൽ രാജ്യങ്ങൾ. അപ്പൊ ഫുട്ബോളിന് UN-നെ ഒരുമിപ്പിക്കാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ രാജ്യങ്ങളെ ഫുട്ബോളിന് ഒരുമിപ്പിക്കാൻ പറ്റുന്നു എന്നുള്ളത് തന്നെയല്ലേ എന്റെ? അതെ, തീർച്ചയായിട്ടും. കാരണം അതുകൊണ്ടാണല്ലോ ഈ സേ നോ ടു റേസിസം എന്ന് പറഞ്ഞ ആ ഒരു മെസ്സേജ് ഒക്കെ എപ്പോഴും കൊടുക്കുന്നത്. കാരണം ഇപ്പം സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന ഡിസ്ക്രിമിനേഷൻസ് ഒക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ ഒരു ഫുട്ബോളർക്ക് അല്ലെങ്കിൽ ഒരു ഫുട്ബോൾ ടീമിന് മെസ്സേജ് കൊടുക്കാൻ പറ്റും. അപ്പൊ അത് എത്രമാത്രം ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ, അതാണ് വേൾഡ് വൈഡ് ആ ഒരു രീതിയിലാണല്ലോ ചെയ്യുന്നത്. ഇപ്പം റീസെന്റ് US-ൽ കൊല്ലപ്പെട്ട ആ ഒരു ആളുണ്ടായിരുന്നല്ലോ, ഒരു പോലീസ്മാൻ കഴുത്തിന്റെ മേലെ കാലിച്ചിട്ട്. അപ്പൊ ആ ഒരു സിംറ്റംസിൽ എല്ലാ ആൾക്കാരും എന്താ പറയാ, ആ ഒരു ഇത് വെച്ചിട്ടാണല്ലോ കിക്ക് ഓഫ് ചെയ്യുമ്പോ ഒക്കെ ഈ ചാൻസ് ഒക്കെ കിക്ക് ഓഫ് ചെയ്യുമ്പോൾ സമയത്ത് ഉണ്ടായത്. പലരും ഗോൾ അടിച്ചതിന് ശേഷമൊക്കെ ആ ഒരു സെലിബ്രേഷൻ ഒക്കെ അല്ലേ ഉണ്ടായത്. ഷാനവാസ് തലശ്ശേരി ജനിച്ചു വളർന്ന ഒരാളാണ്. അപ്പം ഈ കണ്ണൂരും കോഴിക്കോട് മലപ്പുറം ജില്ലകളിലൊക്കെ ഈ സെവൻസ് മാച്ചസ് കണ്ട് വളർന്ന ഒരാളാണല്ലോ. അപ്പം നമുക്ക് ഇത്രയും ഒരു പോപ്പുലറായിട്ടുള്ളൊരു ഗെയിം ഫോർമാറ്റ് ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ടാണ് ഇൻ്റർനാഷണൽ ലെവലിലേക്ക് കേരളത്തിൽ നിന്ന് ഒരുപാട് ആൾക്കാർ വരാത്തത്? ആ ഒരു ഫോർമാറ്റിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? സെവൻസ് കളിച്ചു വളരുന്ന ഒരു ആൾക്കാർ, നമ്മൾ ഇൻ്റർനാഷണൽ ഗെയിമും ലോക്കൽ ഗെയിമും എപ്പോഴും രണ്ടാണല്ലോ. അത് ഇവിടെ ഇപ്പോ സെവൻസ് എന്തുകൊണ്ട് ആൾക്കാർ ഏറ്റെടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമുക്കിപ്പോ സെവൻസ് കളിക്കുന്നത് പ്ലെയർ ഇഞ്ചുറി ആവും എന്നുള്ള പറഞ്ഞ് കുറ്റം പറയും. പക്ഷെ ഞാൻ പറയുന്ന ഒരു പ്ലസ് എന്താണെന്ന് പറഞ്ഞാൽ, സെവൻസ് കാണികളാണല്ലോ ഏതൊരു ഇവന്റിന്റെയും സ്ട്രെങ്ത്. അപ്പൊ സെവൻസിൽ അവർ ഷോർട്ട് പീരീഡിൽ ഒരു 1 hour ടൈമില് ഗെയിം നടത്തുകയാണെങ്കിൽ ഒരുപാട് ഗോളുകൾ കാണും, മറ്റേ സ്പീഡ് മൂവ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അത് ഭയങ്കരമായിട്ട് ഒരു ഹരംകൊള്ളിക്കുന്ന ഒരു സംഭവമാണ് ആ ചെറിയ ഷോർട്ട് പീരീഡ്. നേരെ മറിച്ച് പ്രൊഫഷണലി നമ്മൾ ഈ ഒരു ഫുട്ബോളിലേക്ക് നമ്മൾ എന്തുകൊണ്ട് വരാത്തെന്ന് വെച്ചാൽ,
നമുക്ക് സെവൻസിന് നമുക്ക് അങ്ങനെ ഒരു പ്രൊഫഷണലിസം ഇല്ല. അവർക്ക് ആ ഒരു മഡിട്ട് അല്ലെങ്കിൽ പിന്നെ ഒരു പെർട്ടിക്കുലർ സമയത്ത് പിന്നെ എന്താ പറയാ വയലായിരിക്കും. അപ്പൊ വേനൽക്കാലമായി കഴിഞ്ഞാൽ അത് വരണ്ടു കഴിഞ്ഞാൽ അവിടെയാണ് സെവൻസ് നടത്തിയിട്ട് അങ്ങനെയാണല്ലോ ആ സെവൻസിന്റെ ഒരു കൾച്ചർ. അത് എങ്ങനെയായിരുന്നു മുമ്പ് സെവൻസിനായിട്ട് പ്രത്യേകമായിട്ട് ഒരു സ്റ്റേഡിയം ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പം വരമ്പിൽ കെട്ടി അപ്പം തന്നെ മുള കൊണ്ട് ഗാലറി ഒക്കെ കെട്ടി അങ്ങനെയുള്ള ആൾക്കാരാണ് ചെയ്യാറ്. അപ്പൊ അത് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ആളുകൾക്ക് അതാണ് ഏറ്റവും നല്ല പ്രൊഫഷണലിസം. അതില് വേറെ ഇല്ല. നേരെ മറിച്ച് പ്രൊഫഷണലിസം ഫുട്ബോള് ലെവൻസിന്റെ കളിയിലേക്ക് വരുമ്പോ ലെവൻസ് നമ്മൾ കാണുന്ന ഏറ്റവും നല്ല ക്വാളിറ്റി ഫുട്ബോൾ ഗ്രൗണ്ടുകൾ. അതിപ്പം ഔട്ട് ഓഫ് ഇന്ത്യ പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ഫുട്ബോൾ ഗ്രൗണ്ടുകളാണ്. അപ്പൊ ഈ ഏറ്റവും ബെസ്റ്റ് ഫുട്ബോൾ ഗ്രൗണ്ടുകളിൽ മത്സരം കാണുമ്പോൾ നമുക്ക് ആ ഗ്രീൻ ഗ്രാസിൽ വൈറ്റ് ബോൾ ഇങ്ങനെ റോൾ ചെയ്യുന്നു, ആ പ്ലേയേഴ്സ് രണ്ടുപേരും ഡിഫറെന്റ് ജേഴ്സികളിലിട്ട് ആ ഒരു രീതിയിൽ ഒരു എന്താ പറയാ ഒരു റിത്തമാറ്റിക് കാണുന്ന സമയത്തുള്ള ഒരു താല്പര്യം ഉണ്ടല്ലോ. അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് നമ്മളെ ഏറ്റവും കൺമുമ്പിൽ നമ്മൾ ഏറ്റവും അടുത്തുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ടി വിയിൽ കളി കാണുന്നതിനെക്കാട്ടും കൂടുതൽ നമുക്ക് നിയർ ബൈ ഒരു 10-20 കിലോമീറ്റർ ഗ്യാപ്പിലാണെങ്കിൽ ആളുകൾ സ്റ്റേഡിയത്തിൽ പോയിട്ട് കളി കാണും. കാരണം യൂറോപ്പിലൊക്കെ എന്തുകൊണ്ടാണ് അത്രയും സക്സസ്ഫുൾ ആണെന്ന് വെച്ചാല് അവർക്ക് അവരുടെ സൊസൈറ്റിയിൽ അവര് എല്ലാ വീക്കെൻഡും വർക്ക് ചെയ്തിരുന്നത് എങ്ങനെങ്കിലും അടുത്ത വീക്കിലുള്ള മാച്ചിന്റെ ടിക്കറ്റിന്റെ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ആ വർഷത്തെ ക്ലബിന്റെ മുഴുവൻ മാച്ചസിന്റെ ടിക്കറ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അത് സത്യം പറഞ്ഞു കഴിഞ്ഞാല് അവർക്ക് ആ ഒരു പ്രൊഫഷണൽ ലെവലില് ഫുട്ബോളിനെ എന്താ പറയാ സക്സസ്ഫുൾ ആക്കിക്കൊണ്ടാൻ പറ്റി കാണികൾ നല്ല ഇമ്പോർട്ടന്റ്. അവർക്ക് ഗ്രൗണ്ടിൽ ഇരുന്ന് നല്ല നമുക്ക് ഇല്ലാത്ത പ്രോബ്ലം വെച്ചാൽ നമുക്ക് ഏറ്റവും നല്ല ഗ്രൗണ്ടുകൾ ഇല്ല എന്നുള്ളത്. നമുക്ക് ഏറ്റവും വേണ്ടത് ഇമ്പോർട്ടന്റ് ആയിട്ട് ഫസ്റ്റ് നല്ല കളിക്കാറുണ്ടാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഗ്രൗണ്ട് ഉണ്ടാവണം. നമുക്കിപ്പം അതാണ് പ്ലറ്റീനി ചോദിച്ചത്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ നിങ്ങളവിടെ എത്ര സ്റ്റേറ്റിൽ ഫുട്ബോൾ കളിക്കുന്നത് ചോദിച്ചു. പിന്നെ പുള്ളി ചോദിക്കുന്നതെന്ന് വെച്ചാല് നിങ്ങള് എത്ര പ്രാക്ടീസ് ഗ്രൗണ്ടുകൾ എന്താ വെച്ചാൽ, കാരണം പ്രാക്ടീസ് ഗ്രൗണ്ടുകളാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. പ്രാക്ടീസ് ഗ്രൗണ്ടുകൾ എന്ന് വെച്ചാൽ മാച്ച് വെന്യൂസ് മാതിരി അല്ലെങ്കിൽ മാച്ച് വെന്യൂസിൽ ഉള്ള ഗ്രൗണ്ട് പോലത്തെ നല്ല ക്വാളിറ്റി ഗ്രൗണ്ട് തന്നെ ആയിരിക്കും. അവിടെ പ്രാക്ടീസ് ചെയ്ത് അവിടെ കളി പഠിച്ച ആളുകൾക്കാണ് വീണ്ടും ആ ഒരു സ്റ്റേജ് ബിഗർ സ്റ്റേജിൽ സെയിം എന്താ പറയാ സർഫസിൽ ആ ഒരു നല്ല ഗെയിം കളിക്കാൻ പറ്റുള്ളൂ. അത് സത്യം പറഞ്ഞാൽ നമുക്ക് സ്ഥലം ഇല്ലായിട്ടല്ല, സ്ഥലം കുറഞ്ഞിട്ടൊന്നുമല്ല. ഇവിടെ കണ്ടമാന സ്ഥലങ്ങൾ കിടക്കുന്നുണ്ട്. പക്ഷെ ഇപ്പൊ നമ്മളിവിടെ കാണുന്ന വെച്ചാല് എന്താ പറയാ ഷോർട്ട് ടേം കൊമേഴ്ഷ്യൽസ് ആയിട്ടുള്ള മറ്റേ എന്താ പറയാ ടേർഫ്സ് ആണ് കാണുന്നത്. ചെറിയ ചെറിയ 5സും 6സും അതുപോലെ തന്നെ 3 പേർക്ക് കളിക്കാനുള്ള ഒക്കെ ടൈമുള്ള ഇതാണ്. അത് ഫുട്ബോൾ ഡെവലപ്മെന്റ് എത്രമാത്രം ഫുട്ബോൾ നടക്കും, പക്ഷെ ഫുട്ബോൾ ഡെവലപ്മെന്റ് നടക്കുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഒരു എന്റർടൈൻമെന്റ് എന്നുള്ള രീതിയിൽ ഫുട്ബോളിനെ ആളുകൾ അക്സെപ്റ്റ് ചെയ്യും, പക്ഷെ അതുകൊണ്ട് നല്ല പ്ലേയേഴ്സ് ഉണ്ടാവില്ല. ഇല്ല നല്ല 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 പ്ലേയേഴ്സ് അങ്ങനെ സാധ്യത കുറവാണ്. കാരണം വെച്ചാൽ കളി സ്കില്ലൊക്കെ പഠിച്ച് വരുന്നുണ്ടാവും. മറ്റേ പ്രൊഫഷണൽ ഫുട്ബോളിലേക്ക് ആളുകൾ വരുന്നതെന്ന് പറഞ്ഞാല് ആ പ്രൊഫഷണൽ വലിയ ഗ്രൗണ്ടില് 90-120 ആ ഗ്രൗണ്ടില് കളിച്ചിട്ട് ആ ഒരു സ്റ്റാമിന സ്കില്ല് പാസിങ്, അതായത് ഇവര് ഹോളണ്ടിന്റെ ഒക്കെ ടോട്ടൽ ഫുട്ബോൾ കളിച്ച് ആ രീതിയിലേക്ക് കളിക്കാർക്ക് വരണം. കാരണം ടോട്ടൽ ഫുട്ബോൾ എല്ലാവർക്കും ഉണ്ടാവണം എന്നാണ് ഞാൻ പറയുന്നത്. എന്നാലാണ് ഒരു ടീമിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഒരു പോയിന്റിലേക്ക് വന്ന് നിൽക്കാൻ പറ്റില്ല. അപ്പം മുമ്പ് നമുക്കറിയാം, നമ്മള് കുറെ മുന്നൊക്കെ ഫുട്ബോൾ കാണുമ്പോൾ ഗോൾ കീപ്പർ ഒരിക്കലും ബോൾ കിക്ക് ചെയ്യില്ല. ഏറ്റവും ലാസ്റ്റ് ഡിഫൻഡർ, ഇപ്പം ഇന്ത്യൻ ടീമിലാണെങ്കിൽ VP സത്യനൊക്കെയാണ് കിക്ക് ചെയ്യുള്ളൂ. അപ്പൊ ആ ഒരു കൾച്ചറൊക്കെ മാറി. ഇപ്പൊ ഗോൾ കീപ്പർ ലാസ്റ്റ് സ്വീപ്പർ പ്ലെയർ പൊസിഷനിലാണ്. ന്യൂയറിനെ പോലെ പ്ലേയേഴ്സ് വന്നിട്ട് ആ സ്റ്റൈല് മാറ്റി ഡീപ് ഡിഫൻഡർ ആയിട്ട് വരാണ്, സ്വീപ്പർ ആയിട്ട്. ആ ഇന്റർസെപ്ഷൻ ഒക്കെ പെനാൽറ്റി ബോക്സിന്റെ പുറത്ത് അങ്ങനെ ലാസ്റ്റ് പ്ലെയർ ആണ്. അപ്പൊ ഗോൾ കീപ്പറിന്റെ ആ ഒരു മെത്തേഡിനെ അവർ ഓരോ ഗെയിം പൊസിഷനിലും മെത്തേഡ് ചേഞ്ച് ചെയ്തോണ്ടിരിക്കാം. അപ്പൊ നമ്മള് ആ ഒരു ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ പ്രൊഫഷണൽ ഗ്രൗണ്ടിൽ നിന്ന് കളിച്ചിട്ട് ആ പ്രൊഫഷണൽ ഇതിൽ നമുക്ക് എന്നാലും അത് ഓട്ടോമാറ്റിക്കലി ഏതൊരു മാച്ചിലും നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ. നമുക്കിപ്പോ ഒരു ടീമിന് കുറ്റം പറ്റും. ഇപ്പൊ ബാഴ്സലോണ റീസെന്റ് ബാൻ മ്യൂണിക്കായിട്ട് 8-2 തോറ്റു. നമുക്ക് ബാഴ്സലോണിന് കുറ്റമൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ രണ്ട് ടൈപ്പ് ഓഫ് പ്രൊഫഷണൽസ് ആയിരുന്നു ഉണ്ടായത്. മറ്റവർ അത്രയും അഗ്രസീവ് ആയിരുന്നു, പിന്നെ എന്താ പറയാ അത്രയും പിന്നെ ഓൾ ഔട്ട് ഗെയിം അവര് കളിച്ചു, അത്രയും പ്രഷർ ഉണ്ടാക്കി എന്റെ ടീമിന്. അപ്പൊ ഇത് ടീമിനെ എല്ലാ സമയത്തും എന്താ പറയാ ഓരോ ടീമിന് അഗേൻസ്റ്റ് കളിക്കുന്ന സമയത്ത് ഓരോ ടീമും പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ നമ്മളൊരു ഇന്ത്യൻ ടീം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ പ്ലേയേഴ്സ് ഒരു വർഷത്തില് എങ്ങനെങ്കിലും ഒരു മിനിമം ഒരു 20 മാച്ചെങ്കിലും ഒരുമിച്ച് കളിക്കണം. പ്ലേയേഴ്സ് 365 ദിവസത്തിൽ മിനിമം ഒരു 20 മാച്ചെങ്കിലും
20-25 മാച്ചെങ്കിലും ഒരുമിച്ച് അവർ കളിക്കണം. അപ്പൊ ഈ ഒരുമിച്ച് മാച്ച് ആയിട്ട് കളിക്കുന്നതിന് മുന്നേ അവർക്ക് എന്തായാലും ഒരു 2 to 3 months ഒരു ടൈം പീരീഡിൽ അവർക്ക് ഒരുമിച്ച് പ്രാക്ടീസ് നടത്തണം. എന്നാലും മാത്രമേ നമ്മൾ ഡെവലപ്മെന്റ് എടുക്കുള്ളൂ. കാരണം ഒരു വർഷത്തില് ബാക്കി 9 മാസം അവർക്ക് ലീഗ് കളിക്കണം. മറ്റുള്ള രാജ്യങ്ങളൊക്കെ ചെയ്യുന്ന അതാണല്ലോ. അതാണല്ലോ ഇടയ്ക്കിടയ്ക്ക് ഫ്രണ്ട്ലീസ് ഉണ്ടാവുന്നത്. ഈ ISL നമ്മളെ ഇന്ത്യൻ ഈ പറഞ്ഞ പോലെ സൂപ്പർ ലീഗ് അങ്ങനെയുള്ള പുതിയ ഫോമാറ്റിലുള്ള എൻ്റർടൈൻമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഫുട്ബോൾ മാച്ചസ് ഉണ്ടല്ലോ, ആ ഒരു ഫോമാറ്റൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ? ഒരുപാട്. കാരണം ISLന്റെ സ്റ്റാൻഡേർഡ് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് തന്നെയാണ്. പക്ഷെ ഗ്രൗണ്ട്, അതുപോലെ തന്നെ ടീം, മാച്ച് ഷെഡ്യൂൾ ഒക്കെ ആ രീതിയിൽ തന്നെ. ഇപ്പൊ 5 months പ്രോസസ്സിലേക്ക് പോയി. അവിടെ ISLന് ഏറ്റവും അഡ്വാൻറ്റേജ് ഞാൻ കാണുന്നത് എന്താന്ന് പറഞ്ഞാൽ, ISLല് ഒരുപാട് ഫോറിൻ എക്സ്പ്ലേയേഴ്സ് വരുന്നുണ്ട്. ആ എക്സ്പ്ലേയേഴ്സ് വന്നിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്, അവര് ഈ നമ്മുടെ ഇന്ത്യൻ പ്ലേയേഴ്സിന്റെ കൂടെ മിംഗിൾ ചെയ്ത് കളിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു കോൺഫിഡന്റ് ഉണ്ട്. നമ്മള് ഫുട്ബോളില് പറഞ്ഞ പോലെ ഉണ്ടാവും. അതാണ് ഞാൻ സച്ചിനെ മെൻഷൻ വെച്ചാൽ, നമുക്ക് ഇന്ത്യൻ ഫുട്ബോളിന് വേണ്ടത് ഒരു ക്രിക്കറ്റിൽ സച്ചിനെ കിട്ടിയ പോലെ ഒരാളെയാണ് ഇന്ത്യൻ ഫുട്ബോളിന് വേണ്ടത്. ഫുട്ബോളിൽ ഒരു സച്ചിനെ നമുക്ക് ആവശ്യമുണ്ട്. അതാണ് ഫുട്ബോളിൽ ഇപ്പൊ കേരള ബ്ലാസ്റ്റേഴ്സിനെ സച്ചിനെ ഏറ്റെടുത്തപ്പോൾ ഉണ്ടായ ഒരു ഇതുണ്ടല്ലോ, അത് ഒരു ആസ് എ മാനേജ്മെന്റ് എന്നുള്ള രീതിയിൽ മാറി. കളിക്കാരൻ എന്നുള്ള ഒരു സച്ചിൻ നമുക്ക് ആവശ്യമുണ്ട്. അതാകുമ്പോൾ ഭയങ്കര മാറ്റം ഉണ്ടാവും. ഒരു ഗ്ലോബൽ ഐക്കൺ അത് ഫുട്ബോളിന് ഭയങ്കരമായിട്ട് ഗുണം ചെയ്യും. തീർച്ചയായിട്ടും. ഇപ്പൊ നമുക്ക് സുനിൽ ഛേത്രിന്റെ കേസ് പറയുകയാണെങ്കിൽ തന്നെ നമുക്ക് ഭയങ്കര പ്രൗഡാണ്. കാരണം സുനിൽ ഛേത്രി ഇപ്പം കളിച്ചുകൊണ്ടിരിക്കുന്ന നിലവിലെ പ്ലേയേഴ്സില് സെക്കൻഡ് ബെസ്റ്റ് ഗോൾ സ്കോറർ ആയിട്ട് നിൽക്കുന്നുണ്ട് ഇന്റർനാഷണലി. അപ്പൊ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഇന്ത്യൻ, അതായത് ക്രിസ്ത്യാനോ റൊണാൾഡോ, സുനിൽ ഛേത്രി, മെസ്സി, നെയ്മർ ആ രീതിയിലാണ് വരുന്നത്. അപ്പൊ എവിടെ കിടക്കുന്നത്? അപ്പൊ നമ്മൾ റാങ്കിങ് എവിടെ കിടക്കുന്നത്? നമ്മൾ FIFA ഇതുവരെ കളിച്ചിട്ടുണ്ടോ വേൾഡ് കപ്പ്? ഇല്ല. അപ്പൊ നമ്മൾ AFC ഏഷ്യ കപ്പിന്റെ അറ്റ്ലീസ്റ്റ് ക്വാർട്ടർ ഫൈനലോ അല്ലെങ്കിൽ സെമി ഫൈനലോ വന്നോ? ഇല്ല. പക്ഷെ നമ്മളൊരു പ്ലെയർ ഇങ്ങനെ ഗോൾ അടിക്കുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ട് മറ്റുള്ള സപ്പോർട്ടുകൾ അത്ര പ്രൊഫഷണലി പോകുന്നില്ല എന്നുള്ളതാണ് നോക്കട്ടെ. അത് ടീമായിട്ട് കളിച്ച് നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, എക്സ്പോഷർ ഉണ്ടാകും. കാരണം നമ്മൾ ഈ പറഞ്ഞ ഈ ഇന്ത്യൻ നാഷണൽ ടീം എന്ന് പറയുന്നത് ഇട്ടാവട്ടത്തിലുള്ള ധാക്ക അല്ലെങ്കിൽ ഭൂട്ടാൻ ഇങ്ങനെയുള്ള ബംഗ്ലാദേശ് ഈ ഒരു ടീമിനോട് മാത്രം കളിച്ചിട്ട് നമുക്ക് വന്നേ ആവില്ല. നമുക്ക് നല്ല, അതായത് ഖത്തർ, സൗദി അറേബ്യ, ഇറാൻ, ജപ്പാൻ ഇങ്ങനെയുള്ള ടീമുകളൊക്കെ ആയിട്ട് ഇടയ്ക്കിടെ മാച്ചസ് വെച്ച് അവരായിട്ട് കളിച്ച് വേണം നമ്മുടെ ടീമിന്റെ ഒരു മാച്ച് ഫിയർ ഉണ്ടല്ലോ, ഇത്രയും വലിയ ടീമിനോട് കളിക്കുമ്പോൾ അത് മാറിക്കൊണ്ട് നമുക്ക് എത്താൻ പറ്റുള്ളൂ. ഷാനവാസിന്റെ ഭാവി പരിപാടികൾ എന്തൊക്കെയാണ്? ഞാൻ സത്യത്തിൽ ഇവിടെ വന്നത് തന്നെ ഒരു Under-17 വിമൻസ് വേൾഡ് കപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു, പക്ഷെ അത് പോസ്റ്റ്പോൺ ചെയ്യണമെന്ന്. അത് നവംബറിലായിരുന്നു നടക്കേണ്ടിരുന്നത്. അത് ഈ കൊറോണ പാൻഡമിക് കാരണം എന്താ പറയാ, അത് മാറ്റേണ്ടി വന്നു. അതിപ്പോ മാർച്ചിലേക്ക് വെച്ചിട്ടുണ്ട്. പക്ഷെ 5 വെന്യൂകൾ നടക്കുമെന്നുള്ളത് ഇപ്പോഴും ഡൗട്ട്ഫുൾ ആണ്. എന്നാലും എനിക്ക് തോന്നുന്നത് മാച്ചസ് കണ്ടക്ട് ചെയ്യും. കാരണം ഒരു വിമൻ എംപവർമെന്റ് എന്ന് പറഞ്ഞിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇപ്പൊ പ്രസന്റ് ഷെഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതാണ്, മാർച്ചാണ്. പക്ഷെ അത് ഇപ്പൊ ISL ഇപ്പം ഈ നവംബർ 15 സ്റ്റാർട്ട് ചെയ്യും. ഇന്ന് ഷെഡ്യൂൾ വരാണ്. അപ്പൊ ISL ഇപ്പൊ നടത്തുന്നത് ബിഹൈൻഡ് ദ ക്ലോസ് ആ ഗ്രൗണ്ടിലാണ്. കാണികളൊന്നും ഇല്ലാതെ ആയിരിക്കും മിക്കവാറും നടത്തുക. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പം എങ്ങനെ ഒരു ഒറ്റ സിംഗിൾ വെന്യൂല് വെച്ചിട്ട് ഹോം ആൻഡ് അവേ മാച്ച് ഒന്നും ഇല്ലാത്ത പോലെ ഈ ISL ഒക്കെ കണ്ടക്ട് ചെയ്യുന്ന പോലെ തന്നെ ഇന്ത്യയില് ഒരു വെന്യൂല് വെച്ച് ചിലപ്പം ഈ ഒരു മാച്ച് എന്താ പറയാ ചാമ്പ്യൻഷിപ്പ് കൺക്ലൂഡ് ചെയ്യേണ്ടി വരും. അത് ഓർഗനൈസ് ചെയ്യുന്നതിന് എളുപ്പമാണ്. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന വെച്ചാല് ഓരോ പാർട്ടിലും ഫുട്ബോൾ എത്തണം എന്നുള്ള രീതിയിലാണല്ലോ. അപ്പം ഒരു വേൾഡ് കപ്പ് നടക്കുമ്പോൾ സ്റ്റേഡിയത്തിൽ കളി നടത്താൻ മാത്രമല്ല, അതിന്റെ ചാം എല്ലാ ഭാഗത്തും ഉണ്ടാവും. കാരണം ഫാൻ ഫെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഓരോ സ്ട്രീറ്റ് ബൈ സ്ട്രീറ്റും വലിയ സ്ക്രീനിൽ ജയന്റ് സ്ക്രീൻസ് വെച്ചിട്ട് ആയിരക്കണക്കിന് ആളുകൾ അവിടെ കളി കാണും. അവിടെ പല സാധനങ്ങളും, അവിടെ വേൾഡ് കപ്പ് സോവനീഴ്സ് അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അതൊക്കെ ഈ ഒരു വിമൻ വേൾഡ് കപ്പ് വരുമ്പോൾ വരും. അപ്പം ആളുകൾക്ക് ആ ഒരു ഫുട്ബോളിന്റെ ഒരു ഹരം ആ ഒരു സമയത്ത് ഉണ്ടാവുമല്ലോ. ഈ ഒരു സിറ്റുവേഷനിൽ അത് ഇന്ത്യയിൽ എത്രമാത്രം എന്താ പറയാ നമുക്കൊരു സെലിബ്രേഷൻ ആക്കാൻ പറ്റും എന്നുള്ളതാണ് ഡൗട്ട്. അതൊക്കെയായിരുന്നു പ്ലാനിൽ, അതൊക്കെയായിരുന്നു. പക്ഷെ ഇനിയാവും വെയിറ്റ് ആൻഡ് സീ എന്നുള്ള രീതിയിലല്ലേ. അപ്പം എന്താ പറയാ അടുത്ത ചാമ്പ്യൻഷിപ്പ് പിന്നെ ഖത്തറിൽ 2022 വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു
പ്രിപ്പറേഷനായിട്ട് ഭാഗമായിട്ട് ഖത്തറിലേക്ക് പോകേണ്ടതുണ്ട്. ഞാൻ കഴിഞ്ഞ ക്ലബ് വേൾഡ് കപ്പിനൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഈ ഡിസംബറിൽ. അപ്പം തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഒരു വർഷത്തിനുള്ളിൽ എല്ലാം ശരിയായി വരികയാണെങ്കിൽ ഖത്തർ വേൾഡ് കപ്പ് ഒരു പുതിയ ഓണർവോട് വേണ്ടിയിട്ട് ഒരുപാട് എന്താ പറയാ ജനങ്ങളെ അടക്കി വെച്ച എല്ലാ ആവേശവും ഒന്നായിട്ട് അങ്ങോട്ട് കൊണ്ടുവരുന്നുള്ള രീതിയിലല്ല. ഞാൻ ഷാനവാസിനോട് സംസാരിക്കുന്നതിന് മുമ്പ് ഷാനവാസിന്റെ ഫേസ്ബുക്ക് പ്രൊഫൈൽ ഒന്ന് വിസിറ്റ് ചെയ്തിരുന്നു. ഓക്കെ. അപ്പം എനിക്ക് തോന്നിയത് ഷാനവാസ് ഒരു വളരെ കുറച്ച് വാചകങ്ങളിലൊക്കെയാണ് ചില കാര്യങ്ങൾ എഴുതിയിരിക്കുന്നത്. അപ്പം മലയാളം നന്നായിട്ട് എഴുതുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നി. അപ്പം ഭാവിയിൽ ഈ അനുഭവങ്ങളൊക്കെ വെച്ചിട്ട് ഒരു പുസ്തകം എഴുതാനുള്ള സാധ്യതയോ അല്ല അതിനുള്ള പ്രിപ്പറേഷനൊക്കെ ഉണ്ടോ? അല്ല, എനിക്കത് മറ്റുള്ളവർക്ക് മോട്ടിവേഷൻ ആവാൻ വേണ്ടിയിട്ട് എനിക്കത് ചെയ്യണമെന്നുണ്ട്. അപ്പൊ ഞാൻ ഏകദേശം കാൽക്കുലേറ്റ് ചെയ്തു ഞാൻ എത്രമാത്രം പ്ലേയേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പൊ എന്റെ ഫേസ്ബുക്കിൽ തന്നെ എന്റെ പേഴ്സണൽ ആയിട്ടുള്ള പോസ്റ്റിങ്സ് വളരെ റയറാണ്. ഇപ്പൊ റീസെന്റ് ഇപ്പം വീട്ടിൽ ലോക്ക്ഡൌൺ ഒക്കെ ആയ സമയത്ത് ആയിട്ടുള്ളൂ. അതുവരെ അതിന് മുന്നേ വരെയുള്ളൊക്കെ മുഴുവൻ എല്ലാം ഏതെങ്കിലും ഇന്റർനാഷണൽ ഫുട്ബോളേഴ്സ് ആയിട്ടുള്ള റിലേഷൻഷിപ്പും അതുപോലെ തന്നെ അവരെ കണ്ടതും സംസാരിച്ചതും അവരോടൊപ്പം ഒക്കേഷനിൽ എടുത്ത ഫോട്ടോസ് ഒക്കെ ആയിരിക്കും ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അല്ലാതെ ഐ എം റെഗുലർ ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്യുന്ന ഒരാളല്ല. അപ്പൊ ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പലപ്പോഴും അങ്ങനെ എല്ലാം കൂടെ ഒരു എന്താ പറയുക കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള ഒരു സാധനം ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ആ ഒരു സിറ്റുവേഷൻ അവരെ മീറ്റ് ചെയ്യുന്ന സമയം സിറ്റുവേഷൻ അതുപോലെ തന്നെ അതിനുശേഷം അവരായിട്ട് നമ്മളെ റിലേഷൻഷിപ്പിൽ നമ്മൾ ഇപ്പൊ പ്രാക്ടിക് പ്രൈവേറ്റ് ഇതേപോലെ കണ്ടത്. അപ്പം അന്ന് പ്രാക്ടിക് പ്രൈവേറ്റിന്റെ മകനുണ്ടായിരുന്നു ജസ്റ്റിൻ. റോമ ക്ലബിലാണ് പുള്ളി കളിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ കണ്ടു ഇങ്ങനെ സംസാരിച്ചു. അതിനുശേഷം നമ്മൾ ഇന്ത്യത്തെ വിശേഷം, പുള്ളിയുടെ വിശേഷം, പുള്ളിയുടെ പണ്ടത്തെ ഗോളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ അതിനൊക്കെ കുറിച്ച് പറയുമ്പോൾ അവരെ അടിച്ചൊരു ഗോളിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ വേറൊരാള് അതിനെ നോട്ടീസ് ചെയ്ത് പറയുമ്പോൾ വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ തമാശയൊക്കെ പറഞ്ഞു. ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബാഴ്സലോണ ഒരു മാച്ച് കഴിഞ്ഞിരുന്നു. ബാഴ്സലോണ വേഴ്സസ് ബയൺ മ്യൂണിക്ക് ഒരു മാച്ച്. അന്ന് മെസ്സിന്റെ പെർഫോമൻസ്, അന്ന് ആ ചാമ്പ്യൻഷിപ്പ് മെസ്സിയാണ് ജയിച്ചത്. അന്ന് മെസ്സി ബാഴ്സലോണ ബയൺ മ്യൂണിക്കിന്റെ ഡിഫൻഡറെ ട്രിബിൾ ചെയ്തിട്ട് ടോളസ്റ്റ് ബോട്ടിങ് തന്നെയാണ് ട്രിബിൾ ചെയ്തിട്ട് ഒരു ഗോളൊക്കെ അടിച്ചിട്ട്. അപ്പൊ പാട്രിക് ക്ലൈവർട്ടിന്റെ ഒരു ട്വീറ്റ് അന്ന് ഒരു പത്രം, മലയാളം പത്രമാണ്, കോട്ട് ചെയ്തിട്ട് ഒരു ഇതുണ്ടായിരുന്നു, പീസ് ഫ്രം അനദർ വേൾഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ പുള്ളിക്ക് ജസ്റ്റ് വാട്സാപ്പ് അയച്ചു. അപ്പൊ പുള്ളി അതൊക്കെ എന്നോട് ഭയങ്കര രസമാണ് ഷെയർ ചെയ്തത്. ഞാൻ പുള്ളിക്ക് ആ ഒരു പേപ്പറിന്റെ ഒരു കട്ട് ഞാൻ ഫോട്ടോ എടുത്ത് നേരെ വാട്സാപ്പ് ചെയ്ത് കൊടുത്തു. ഞാൻ പറഞ്ഞു, ഇന്ത്യയില് ഇത്ര മില്യൺ ആൾക്കാർ കാണുന്നുണ്ട് ഈ പത്രം. അപ്പം വന്നിട്ട് അത് പുള്ളിക്കൊരു ഭയങ്കര രസമായിരുന്നു. അതുപോലെ തന്നെ നമ്മളെ റിലേഷൻഷിപ്പിൽ ഒരുപാട് ഉണ്ട്. ഇപ്പൊ കഴിഞ്ഞ ഫസ്റ്റ് പ്രളയം വന്നല്ലോ. ഫസ്റ്റ് പ്രളയം വന്ന സമയത്ത് AS റോമയുടെ സിഇഒ, അന്ന് AS റോമ സിഇഒ AC മിലാനിലായിരുന്നു, ആള് റോമയിലേക്ക് മാറി. അപ്പം ജസ്റ്റ് എന്തോ ഒരു വാട്സപ്പ് ഇങ്ങനെ എനിക്ക് പേഴ്സണലി ഒരു ഇതിൽ അയച്ചതാണ്. അപ്പം ഞാൻ അതിന് മറുപടി ഞാൻ പറഞ്ഞു, ഇവിടെ ചെറിയ സിറ്റുവേഷൻ കുറച്ചൊരു പാനിക് ആണ്, ഇവിടെ ഫ്ലഡ് ആണ്. അപ്പൊ ഞാൻ പിന്നെ അതിന് ശേഷം അതിന് കുറച്ച് ഇത് മെസ്സേജ്, പിന്നെ അതിന് ശേഷം പുള്ളി എനിക്ക് മെസ്സേജ് അയച്ചു, ഐ ഹിയർ ദാറ്റ് ഇറ്റ്സ് ലൗഡ്. അപ്പൊ പുള്ളിയെ ചെക്ക് ചെയ്തിട്ടുണ്ടാവും യൂട്യൂബ്, അങ്ങനെ എനിക്ക് ലൗഡ് ഉണ്ട്. സോ ഐ എം പോസ്റ്റിംഗ് ഓൺ റോമ പേജ്. പുള്ളി എനിക്ക് മെസ്സേജ് അയച്ചതാ. പുള്ളി എന്നിട്ട് റോമയുടെ AS റോമയുടെ പേജില് നമ്മുടെ CMന്റെ ആ ഇത് വെച്ചിട്ട്, എനിക്ക് തോന്നുന്നു CNWR എന്നാണ്, എനിക്ക് ഇപ്പൊ ചെക്ക് ചെയ്താൽ മനസ്സിലാവും, എനിക്ക് വാട്സാപ്പ് അയച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവര് AS റോമയുടെ 5 ടീം ജേഴ്സി വിറ്റിട്ട് ആ ക്യാഷ് നമ്മുടെ CMന്റെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ മാത്രമല്ല അവരെ AS റോമയുടെ മുഴുവൻ ഫാൻസിനോടും കേരളത്തിനെ സപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞൊരു സാധനം അവര് ഇട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ നമ്മളെ റിലേഷൻഷിപ്പില് നമ്മള് ഇപ്പൊ വേൾഡ് എന്ന് വെച്ചാൽ ഇറ്റ്സ് എ സ്മോൾ വേൾഡ്. നമ്മളിപ്പോ ചിലപ്പോ നമ്മൾ അടുത്തുള്ള ഒരാളായിരിക്കും നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പിന്നെ നമ്മൾ കുറെ ആരാய்ச்சி നിൽക്കുന്ന ആളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളെ നമ്മൾ പെട്ടെന്ന് മുന്നിൽ കാണുമ്പോൾ നമുക്ക് അങ്ങനെ വേൾഡ് അങ്ങനെയാണ് തോന്നാം, വെരി സ്മോൾ എന്നുള്ള രീതിയിൽ തോന്നും. അപ്പം ആ ഒരു രീതിയിൽ നമ്മൾ ഒരു സിറ്റുവേഷനിൽ നമ്മൾ അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്തോ അല്ലെ ബെഗ് ചെയ്തോന്നല്ല, ഒരു ടോക്ക് ഉണ്ടാകുമ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഞാൻ ഇങ്ങനെ ഉള്ളത്, അപ്പൊ അങ്ങനെയാണല്ലോ. അപ്പൊ നമ്മൾ ഇങ്ങനെ പിന്നെ അതിന്റെ ഡീറ്റെയിൽസ് കുറച്ച് അയച്ചു കൊടുത്തു, ഇങ്ങനെ കുറച്ച് മോശം കണ്ടീഷനാണ്. അപ്പൊ അയാള് അന്നത്തെ മാച്ച് കഴിഞ്ഞ് തന്നെ ട്വീറ്റ് ചെയ്തു 10 മിനിറ്റില്.
അപ്പൊ അത് ശരിക്കും ഒരു അങ്ങനെയുള്ളതൊക്കെ എന്താ പറയാ, നമ്മളിപ്പോ കൺട്രീസിനെ സഹായിക്കും എന്നൊക്കെ ഉണ്ട്. അപ്പം എസ്പെഷ്യലി റൊണാൾഡോ, മെസ്സി ഒക്കെ പറഞ്ഞാല് ആഫ്രിക്കൻ കൺട്രീസിനൊക്കെയാണ് അവർ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്. നമുക്ക് അതിന്റെ ആവശ്യമില്ല. അപ്പം നമുക്ക് അതിന്റെ ആവശ്യമില്ല, നമുക്ക് എല്ലാം ഉണ്ട്. അപ്പൊ നമ്മള് ആളുകൾ അത് ചെയ്യാൻ താല്പര്യമുണ്ടാവും മതി. നേരെ മറിച്ച് ആഫ്രിക്കയിലൊന്നും ആ സ്റ്റേജ് അല്ല. അപ്പൊ ഈ കണ്ണുള്ള കൺട്രീസിലുള്ള ആളുകളൊക്കെ അവിടെ ഇപ്പൊ ഡിഡിയർ ഡ്രോഗ്ബ, അയാളെ ഐവറി കോസ്റ്റ്, കോട്ടിവോറില് കംപ്ലീറ്റ് പുള്ളിയുടെ ഇതാണല്ലോ സ്പോൺസർഷിപ്പ്. ഇപ്പൊ സാഡിയോ മാനെ സെനഗലിൽ ഡെവലപ്പ് ചെയ്യുന്നത്. അങ്ങനെ ഓരോ പ്ലേയേഴ്സും അതിൻ്റെതായ റിസ്ക് ഉണ്ട്. മെസ്സി ഒരു ഹോസ്പിറ്റൽ തന്നെ എടുത്തിട്ടുണ്ട് അർജന്റീനയില്. അപ്പൊ ഓരോരുത്തരും അതിന്റേതായ രീതിയിൽ, ക്രിസ്ത്യാനോ റൊണാൾഡോ വലിയ സ്റ്റാർ ഹോട്ടൽസ് ഇപ്പൊ റീസെന്റ് കോവിഡിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഓരോരുത്തരും അവരുടേതായ ചാരിറ്റികൾ ചെയ്യാൻ താല്പര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർക്ക് അതിനെ ഒരു മാനേജ്മെന്റ് ടീം തന്നെ. ക്രിസ്ത്യാനോന്റെ ഏജന്റ് ജോർജ് മെൻഡസ് ആയിട്ട് നല്ല ബന്ധമാണ്. നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഒരു ബുക്കായിട്ട് എഴുതി ആളുകൾക്ക് എത്തിച്ചെടുക്കുക. അപ്പൊ അത് ഒരു മോട്ടിവേഷൻ ആവെങ്കിൽ ആവട്ടെ എന്നുള്ള കാര്യത്തിൽ കൊണ്ടാണ്. കാരണം എങ്ങനെയാണ് ഇങ്ങനെയുള്ള വലിയ വലിയ എന്താ പറയാ ഇന്റർനാഷണൽസിനെ നമ്മൾ ഇന്നിപ്പോ ടി വി കണ്ട ഒരു വലിയൊരു കളിക്കാരനെ നമ്മളെ കൺമുമ്പിൽ കാണുന്നു, സംസാരിക്കുന്നു, പിന്നെ റിലേഷൻഷിപ്പ് ബിൽഡപ്പ് ചെയ്യുന്നു, എന്നിട്ട് അത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നു എന്നുള്ളതാണല്ലോ. എല്ലാം വേണമല്ലോ, കണ്ടാൽ മാത്രം പറയല്ലോ. അപ്പൊ ആ ഒരു 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 സക്സസ് എങ്ങനെയാന്നുള്ളത് ആളുകൾക്ക് കൊണ്ടുപോകണം. ഫുട്ബോളിലൂടെ നമ്മൾ കേരളത്തിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഫുട്ബോളിലൂടെ പറയുന്ന ഒരു 100 കഥകൾ നോക്കുകയാണെങ്കിൽ 90 സങ്കടത്തിന്റെ ആയിരിക്കും. പണ്ട് കളിച്ചു നടന്നു, അല്ലെങ്കിൽ ഇപ്പൊ പാട്ട് പാടി എന്നിട്ട് ഇപ്പൊ ഞാൻ കൂലിപ്പണി എടുക്കാണ്, അങ്ങനെയൊക്കെയുള്ള കഥകളായിരിക്കും. അപ്പൊ ഫുട്ബോൾ എനിക്കൊന്നും അങ്ങനെ തന്നെയാവാൻ കൂടുതൽ സാധ്യത. ഒരു അബോവ് 50%, ഞാൻ 90 പറയുന്നില്ല. അതില് ബാക്കിയുള്ള കുറച്ച് ഇപ്പൊ റീസെന്റ് വന്ന കുറച്ച് കളിക്കാർ മാത്രമാണ് പ്രൊഫഷണലി അവർ രക്ഷപ്പെട്ടിട്ടുണ്ടാവും, ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആയിട്ടുള്ളൂ. അപ്പൊ ഫുട്ബോൾ കളിച്ചിട്ട് സങ്കടപ്പെടണ്ട എന്നുള്ള ഒരു ഇതുണ്ടല്ലോ. ഞാൻ ഒരിക്കലും ആ ഒരു രീതിയിൽ ഫുട്ബോളിൽ സങ്കടപ്പെടാം. ഫുട്ബോൾ എന്ന് പറഞ്ഞൊരു ഗെയിമാണ്, ഒരു എന്റർടൈൻമെന്റ് ആണ്. പിന്നെ മാത്രമല്ല അത് പാഷനായിട്ട് വരുന്ന ആൾക്കാർക്ക് അത് തന്നെയാണ്. കാരണം നമുക്ക് എന്താ പറയാ, ഞാൻ ചില കാര്യങ്ങളൊക്കെ ഞാൻ വല്ലാണ്ട് അനുഭവിച്ചിട്ടുണ്ട്. ഈ നമ്മള് ഫുട്ബോൾ മാച്ച് കഴിഞ്ഞു, നമ്മളിപ്പോ ഇന്ത്യ വേൾഡ് കപ്പിൽ കളിക്കുന്നുണ്ട് ക്രിക്കറ്റ്, എന്നിട്ട് തോക്കുന്നുണ്ട്, നമുക്ക് ആ കളി കഴിഞ്ഞ് ഇനി അടുത്ത നോക്കാം. പക്ഷെ ചില ആളുകൾ അങ്ങനെയല്ല. ഈ കഴിഞ്ഞ ബ്രസീൽ ബെൽജിയം മാച്ച് ക്വാർട്ടർ ഫൈനലാണ്. ആ മാച്ച് കഴിഞ്ഞിട്ട് ബ്രസീലിന്റെ കുറെ ആരാധകരൊന്നും ഗ്രൗണ്ടിൽ ഷർട്ട് ഇങ്ങനെ തലയിൽ കൂടെ മറിച്ചിട്ട് അവർക്ക് പറ്റുന്നില്ല, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം നെയ്മറൊക്കെ അന്ന് മരിച്ച് കളിച്ചിട്ട്, സത്യം പറഞ്ഞാൽ അടിപൊളി കളി കളിച്ചിട്ടുണ്ട്. അപ്പം അന്ന് പറ്റുന്നില്ല. പിന്നെ അതുപോലെ തന്നെ അർജന്റീന ഫാൻസ് ബ്രസീലിലുള്ള സമയത്തുണ്ടല്ലോ, വീട് വിറ്റിട്ട് ആ പൈസയും കൊണ്ട് കളി കാണാൻ വേണ്ടി വരുന്നത്. അതാലോചിക്കുന്നത്. അതിൽ 1-2 ആൾക്കാർ ലോറി ഉണ്ടല്ലോ, വലിയ നമ്മുടെ നാട്ടിലുള്ള വലിയ ലോറി, ആ ലോറിന്റെ അകത്ത് എന്ന് വെച്ചാല് റൂം പായൊക്കെ കെട്ടിയിട്ട് റൂം പോലെ ആക്കിയിട്ട് കുറെ പിന്നെ വെജിറ്റബിൾസ് ഇതൊക്കെ കൊണ്ടുവന്നിട്ട് അവർ ഷെഡ്യൂൾ ഇട്ടുണ്ടാവും. അർജന്റീന ഇന്ന് നൈജീരിയയോട് കളിക്കും, നാളെ ഇറാന്റെ കളിക്കും, മറ്റന്നാളെ ഫ്രാൻസിനോട് കളിക്കും, എന്നിട്ട് നമ്മൾ ക്വാർട്ടർ ഫൈനലിൽ ഇന്ന സ്ഥലത്തെത്തും. അപ്പൊ അവര് ഷെഡ്യൂൾ ഉണ്ടാവല്ലോ, അവർ വണ്ടിയെടുത്ത് പോവാണ്. ഇങ്ങനെ എത്ര കിലോമീറ്റർ അറിയാം. ഇന്ന് കൊച്ചിയിൽ ഒരു കളിയാണ്, നാളെ കൽക്കട്ടയിൽ വെച്ചിട്ടായിരിക്കും ഒരു കളി ഉണ്ടാവുക. വണ്ടിയെടുത്ത് വിടുക. അപ്പൊ ആ ഒരു പാഷൻ കാണുമ്പോൾ നമ്മളേക്ക് ഇവന്മാരുടെ ഇടയിൽ നമ്മളെ ഫുട്ബോളിന്റെ ഭ്രാന്ത് എന്ന് പറയുന്നത് നമുക്ക് അവരൊന്നും 100% നമുക്ക് ഇല്ലല്ലോ എന്ന് തോന്നിപ്പോകും. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള യഥാർത്ഥ ഫുട്ബോൾ ഭ്രാന്തിന് അത്രയും ഉണ്ടോ എന്ന് തോന്നിപ്പോകും. കാരണം സ്വന്തം വീട് സ്ഥാപനമൊക്കെ വിറ്റിട്ടാണ് കളി കഴിഞ്ഞിട്ട് അടുത്ത നാളെ നോക്കാന്നുള്ളതല്ല. അത് എന്താ പറയാ, അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ട് ലൈഫിൽ. അതുപോലെ സുവാരസ് മറ്റേ ചെല്ലീനിന്റെ പുറത്ത് കടിച്ചല്ലോ, ഓർമ്മയുണ്ടോ? വേൾഡ് കപ്പ്, ഓർമ്മയുണ്ട്. ബ്രസീൽ വേൾഡ് കപ്പിലാണ്. നമ്മള് രണ്ടുപേരാണ്. ഒന്ന് അതിനുശേഷം സിനദാന്റെ തല കൊണ്ടുള്ള ഇടിയും സുവാരസിന്റെ കടിയാണല്ലോ നമുക്ക് ഇതുവരെയുള്ള. അപ്പൊ അതില് രസമുണ്ട്. അതിപ്പം മാട്രാസിയൊക്കെ ഇവിടെ ഒരുപാട് കാലം ഉണ്ടായല്ലോ. മാട്രാസിനെ ഞാൻ ഇവിടെ ചെന്നൈയിൽ വെച്ച് പരിചയപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഭയങ്കര നല്ല മനുഷ്യനാണ് അയാൾ. അന്നത് എന്തോ മാച്ചില് അയാൾക്കറിയാം എന്തെങ്കിലും അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ സിദാന്റെ മുന്നിൽ പിടിച്ചിരിക്കാൻ പറ്റില്ല. സിദാൻ പുറത്തു പോയതുകൊണ്ടാണ് അന്ന് ഇറ്റലി കപ്പടിച്ചത്. അൾട്ടിമേറ്റ്ലി അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാല് സിദാനെ മോശമാക്കാനോ അല്ലെങ്കിൽ പറയാനോ അല്ല. സിദാനോടൊക്കെ അയാൾക്ക് ഭയങ്കര ആരാധനയും കാര്യങ്ങളൊക്കെ.
പക്ഷെ ഇറ്റലിക്ക് വേൾഡ് കപ്പ് അടിക്കണം എന്നുള്ളത് അവരെ ആഗ്രഹം. അതിനെന്തും ചെയ്യുന്നുള്ള രീതിയില്ല. അതാണല്ലോ ഫൗളും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം സത്യത്തില് ചെല്ലീനി അന്ന് കടിച്ചതിന് ശേഷം ഉറുഗ്വേ ടീമിന് ഗ്രൗണ്ടിൽ ബോൾ തൊടാൻ പറ്റുന്നില്ല, അത്രയും വിസിലാണ്. കാരണം ഉറുഗ്വേനെക്കാട്ടും കൂടുതൽ കൊളംബിയൻ ആരാധകരും അതിനുശേഷം പിന്നെ വരുന്ന കാണികൾ, ഞാൻ മറക്കാനിൽ വെച്ച് കളിയാണുണ്ടായിരുന്നു. ഒരു രക്ഷയില്ല. ഉറുഗ്വേക്കാർ ബോൾ തൊട്ട് കഴിഞ്ഞാല് പിന്നെ ഭയങ്കര പ്രശ്നമാണ്, കൂവലും. കാരണം അവരും കോൺസെൻട്രേഷൻ തന്നെ പോയി പോകും. അപ്പൊ ആ രീതിയിൽ അത്രയും എഫേർട്ട് ഇടാണ് കാണികള്. കാരണം അത് ഭയങ്കരമായിട്ട്, അതായത് 12th മാൻ എന്ന് പറയുന്ന ഒരു എഫക്ട് ഉണ്ടല്ലോ, അത് ശരിക്ക് കണ്ടൊരു ഗെയിമാണ്. അപ്പം നമുക്കെന്താ കാണികള് രണ്ടും അക്സെപ്റ്റ് ചെയ്യും. ടീമിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും, അതേപോലെ മോശമായിട്ട് കളിച്ചു കഴിഞ്ഞാൽ അതേ രീതിയിൽ പ്രതികരിക്കുകയും ചെയ്യും. അപ്പോൾ ഈ അനുഭവങ്ങളൊക്കെ എഴുതാൻ പറ്റട്ടെ, ഫുട്ബോളിന് അതൊരു മുതൽക്കൂട്ടാവട്ടെ. താങ്ക് യു സോ മച്ച്. ശരിക്കും ഷാനവാസ്, ഞാൻ എപ്പോഴും നമ്മൾ പറയുമല്ലോ ഈ ഗ്ലോബൽ മലയാളി എന്ന് പറയുന്ന ഒരു പേഴ്സ്പെക്റ്റീവിൽ നമ്മൾ പറയുമ്പം, അതായത് ഒരേ സമയം മലയാളി ആയിരിക്കുകയും എന്നാൽ ലോകം മുഴുവൻ യാത്ര ചെയ്യുകയും, അങ്ങനെ ഒരു ക്യാരക്ടറാണ് ഇപ്പം ഷാനവാസിൻ്റെ. ഇപ്പം നമ്മൾ പല ആൾക്കാരെയും കാണുമെങ്കിലും നമ്മളെ ഇൻസ്പയർ ചെയ്യുന്ന ഇതുപോലത്തെ ആൾക്കാരാണ്. അപ്പം താങ്ക് യു സോ മച്ച് ഫോർ ഇൻസ്പയറിങ് ഓൾ ഓഫ് us, and thank you so much for accepting my invitation to talk to me in this podcast. അപ്പോൾ ഒരുപാട് നമ്മൾ സംസാരിച്ചു. കാരണം അതെ, ഇതില് ഒരു ഈ ലോക്ക്ഡൌൺ ടൈമിൽ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ചിലൊരു രസമാണ്. കാരണം നമുക്ക് അങ്ങനെയുള്ള ഒരു അനുഭവം, നമ്മുടെ ഈ അനുഭവങ്ങളൊക്കെ നമ്മള് വീണ്ടും അത് ഓർക്കുക, രണ്ടുപേരും സംസാരിക്കുമ്പോഴാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അല്ലെങ്കിൽ ഒരുമിച്ച് യാത്ര ചെയ്ത ആളുകൾ വീണ്ടും കണ്ടുമുട്ട് പോകും. നമ്മൾ അന്ന് അവിടെ പോയപ്പോ അങ്ങനെ ആയിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ആ ഒരു ഇതുണ്ടാവും. ഇതുപോലെ ചോദിക്കുമ്പോൾ നമുക്ക് വീണ്ടും നമ്മളെ മനസ്സിൽ പല കാര്യങ്ങളും കയറി വരികയാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അങ്ങോട്ടാണ് ഞാൻ നന്ദി പറയേണ്ടത്. കാരണം ഈ ഒരു സമയത്ത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഇത് തോന്നിയത്, പ്രത്യേകിച്ച് ലോക്ക്ഡൌണിന്റെ ഇപ്പൊ ഫ്ലൈറ്റ്സും കാര്യങ്ങളൊന്നും റെഗുലർ ഷെഡ്യൂൾ സ്റ്റാർട്ട് ചെയ്തില്ല. അപ്പം തീർച്ചയായിട്ടും റെഗുലർ ആയി കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ആ ഫുൾ സ്വിങ്ങില് വീണ്ടും ഓടണം. കാരണം പാസ്പോർട്ടൊക്കെ എനിക്ക് തോന്നുന്നു ഇത്ര റെസ്റ്റ് കിട്ടിയ കാലത്ത് ഈ അടുത്തൊന്നും ഉണ്ടായിട്ടില്ല. അടുത്തപ്പോ പാസ്പോർട്ടിന്റെ ഫസ്റ്റ് പേജ് തന്നെ എനിക്ക് മെല്ലെ തുറക്കാം വളരെ ഇതായിട്ട് ടൈറ്റായി. അപ്പൊ അങ്ങനെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് എന്താ പറയാ, നമുക്ക് വീണ്ടും മീറ്റപ്പ് ചെയ്യാം ഷുവർ ആയിട്ടും. ഓക്കെ, താങ്ക് യു വെരി മച്ച്. താങ്ക്സ്. തലശ്ശേരി സ്വദേശിയായ ഷാനവാസ് CKPയുടെ ഫുട്ബോൾ സംബന്ധമായ അനുഭവങ്ങളും നിരീക്ഷണങ്ങളുമാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. അന്തർദേശീയ ഫുട്ബോൾ രംഗത്തെ അദ്ദേഹത്തിൻ്റെ അനുഭവ പരിചയം നമ്മുടെ രാജ്യം പൂർണ്ണമായി പ്രയോജനപ്പെടുത്താൻ ഇടവരുത്തട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളും നിരീക്ഷണങ്ങളും പുസ്തക രൂപത്തിൽ എത്രയും പെട്ടെന്ന് പ്രസിദ്ധീകരിക്കുവാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ലക്കം ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു പുതിയ വിഷയവുമായി വീണ്ടും എത്തുന്നതുവരെ നന്ദി. എല്ലാവർക്കും കേരളപ്പിറവി ആശംസകൾ.